നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞങ്ങൾ നല്ല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കേട്ടോ. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു സൂപ്പർ മെഴുക്ക് പുരട്ടിയായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ, കുറച്ച് ബീൻസ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഉണ്ടാ ബീൻസ്, സൂപ്പർ ബീൻസ് കണ്ടോ. ഈ ബീൻസ് എടുത്തിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചക്കലേക്ക് ബെസ്റ്റ് ഒരു മെഴുക്ക് പുരട്ടി എന്നല്ല പറയുക, ഇതിന് പ്രത്യേകതരം എന്താണ് സ്റ്റൈലിലാണ് വെച്ചേക്കണം ഞാൻ കേട്ടോ. ഈ മെഴുക്ക് പുരട്ടി അടിപൊളിയായിട്ടായിരുന്നു. അപ്പം ഞാനത് വെറുതെ വീഡിയോ പിടിച്ച് വെച്ചു, നല്ലതാണെങ്കിൽ ഇടാമെന്ന് വെച്ച്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുത്തപ്പോൾ രാജേട്ടന് നല്ല ഇഷ്ടം. രാജേട്ടന് മാത്രമല്ല, മോനും എല്ലാവർക്കും ഇഷ്ടമായി. അത് ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചാൽ നമുക്ക് കിട്ടില്ല, വെച്ചവർക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്, അത്ര നല്ല രസമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഈ ബീൻസ് ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അടിപൊളിയാട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നോക്കൂ. ബീൻസ് നന്നായിട്ട് കഴുകി അതിൻ്റെ കണ്ടു നല്ല കിളുന്താണ്, കണ്ട ഒടിക്കുമ്പോഴേക്കും ഒടിഞ്ഞ് കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നാര് കളയാനൊന്നുമില്ല, രണ്ടറ്റം പൊട്ടിച്ച് കളഞ്ഞാൽ മതി. നാരില്ല, മൂത്തിട്ടില്ല കേട്ടോ അധികം. ഒരു രണ്ടറ്റവും ഇതുപോലെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അടക്കി പിടിച്ച് അങ്ങോട്ട് അരിയാം. കണ്ടോ ഇങ്ങനെ. അത്ര കുഞ്ഞക്കരിയണ്ട കേട്ടോ, ഇത്തിരി വലിപ്പം ഉണ്ടായിക്കോട്ടെ. ഇതേപോലെ അരിയുക. ഇത്തിരി നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എന്നാലും ഞാൻ ഇത്ര ആക്കിയിട്ടുള്ളൂ. ഇതുപോലെ മുഴുവനും അരിയാട്ടോ. അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഇടാനായിട്ട് ഒരു സവാള, മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ വട്ടത്തിൽ രണ്ടായിട്ട് മുറിക്കുക. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വലിയ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. ഇനി നമുക്ക് സവാള, പച്ചമുളകൊക്കെ ഇടണം. അതുപോലെ തന്നെ ഇത്തിരി നാളികേരം കൊത്തിയിട്ടിടാം. ഞാൻ കൊത്താം, തന്നോളൂ. നാളികേരം ഇങ്ങനെ പൂളി എടുത്തിട്ട് ചെറുതായിട്ടുണ്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ നുറുക്കിയിടാം. ആ മുളകുണ്ടല്ലോ, ഒരു പച്ചമുളക്, വലിയ മുളകാണ്, നീളത്തിൽ വട്ടത്തിൽ മുറിച്ചിട്ട് നീളത്തിൽ കീറുക. അപ്പം 4 കഷ്ണമായി. പച്ചമുളകായി. അപ്പം സവാള, പച്ചമുളക് റെഡിയായി. നാളികേരം ഞാനിവിടെ കൊത്തിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി. വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് അതിലേക്കിട്ടു. ഇനി അരിഞ്ഞ് വച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും നമുക്കതിലേക്ക് ഇടാം. ഇട്ടു. ഇനി കറിവേപ്പില 2 ഇതൾ എടുത്തിട്ട് അതിലേക്ക് ഊരിയിടാം. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇത് വഴറ്റുമ്പോഴേ വേഗം വഴന്ന് കിട്ടാൻ, സവാള വഴന്ന് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പണി ഇത്തിരി ഉപ്പിടുക. പൊടി ഉപ്പ് ഇത്തിരി ഇടാം. കുറച്ച് സവാളയ്ക്ക് ആവശ്യമുള്ള പൊടി ഉപ്പിട്ടു കേട്ടോ. നന്നായിട്ട് വഴറ്റുക. കുറച്ച് നേരം വഴന്ന് കഴിഞ്ഞാൽ, അധികം വഴന്ന് വരുമൊന്നും വേണ്ട, നമുക്കിനി മറ്റേ കഷ്ണം കൂടി ഇടാം കേട്ടോ. അതിനേക്കാളും മുമ്പ് നാളികേരക്കൊത്ത് ഇട്ടോളൂ. നാളികേരക്കൊത്ത് ഇടാം. ഈ നാളികേരവും സവാളയും കൂടി കിടന്നിട്ടൊന്ന് റോസ്റ്റായിക്കോട്ടെ. വെളിച്ചെണ്ണയിൽ കിടന്ന് റോസ്റ്റാകുമ്പോൾ നല്ല രസമാണ്. സവാളയും നാളികേരും ഒന്ന് റോസ്റ്റായിക്കോട്ടെ. അടിപൊളിയായിരിക്കും കേട്ടോ സ്വാദ്. ഇനി മുഴുവനാവാൻ നിൽക്കണ്ട, കാരണം ബീൻസിനും ഇത്തിരി നേരത്തെ വേവുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം.
1 ടീസ്പൂൺ മതി, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അത് മതി. നല്ല എരിവുണ്ട് മുളകിന്. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഇട്ടു. നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൊരിയട്ടെ ഒന്ന്. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന ബീൻസ് ഇടാം. ബീൻസ് ഇട്ടു. നന്നായിട്ട് ഇളക്കുക. എല്ലാം ബീൻസും കൂടി പിടിക്കട്ടെ. വെളിച്ചെണ്ണയും ഉപ്പും മുളകും മഞ്ഞളും എല്ലാം അതിന്മേൽ പിടിച്ച് ഉപ്പ് പോരായ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. നോക്കാം. നമ്മൾ സവാളയിലേക്ക് മാത്രമല്ല ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി ഇടാം. ഉപ്പിട്ടു. കുറച്ചും കൂടി ബീൻസിലേക്കുള്ള ഉപ്പും കൂടി ഇട്ടു. വീണ്ടും ഇളക്കുക. ഇനി ഇത് അടച്ച് വയ്ക്കുക. വെള്ളം ഒഴിക്കേ വേണ്ട കേട്ടോ. ടൈറ്റായിട്ട് ചെറിയ അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടൊന്ന് ആവി വന്ന് വേവട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തുറക്കണം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും ഇളക്കാം. വെന്തണ്ടാവില്ല കേട്ടോ. സവാളയ്ക്കൊക്കെ പിന്നെയും വേവായിട്ടുണ്ടാവും, പക്ഷേ ബീൻസ് വെന്തണ്ടാവില്ല. വീണ്ടും അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വീണ്ടും തുറന്നു. 3-ാം വട്ടം ഇളക്കുക. കണ്ടോ നോക്കട്ടെ. വെന്തിട്ടില്ല കേട്ടോ. ഈ ബീൻസ് വെന്തിട്ടില്ല. നാളികേരം സവാളയൊക്കെ ഒന്നും കുഴപ്പമില്ല, പക്ഷെ ഒന്നുകൂടി വേവട്ടെ. അടച്ച് വെച്ചാൽ മതി. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ തുറന്നു. ഒന്നും കൂടിയും ഇതായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചാൽ അടി കരിഞ്ഞാൽ ടേസ്റ്റൊക്കെ പോവും. ഇപ്പം നോക്കട്ടെ. ഒരു വിധമായിട്ടുണ്ട്. ജസ്റ്റ് നോക്കുമോ, ഉപ്പോ വല്ലതും കുറവുണ്ടോ എന്ന് നോക്കുമോ. ഉപ്പ് പോരായുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ലേശം പോരാന്നാണ് പറയണത്. അപ്പോൾ വീണ്ടും ഇട്ടു. എല്ലായിടത്തും ഉപ്പൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ. തീ ഓഫാക്കാം. ഇനി നമുക്ക് അവിടെ ഇരുന്ന് ഊണ് കഴിക്കാറാകുമ്പോൾ തുറന്നാൽ മതി. അപ്പം നന്നായിട്ട് വെന്തുണ്ടായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ.